എത്നിക്കിലും പ്രഷ്യസിലും വന്നിട്ടുള്ള കുറച്ച് നെക്ലസുകളാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാം സ്റ്റോൺ വർക്ക് വരുമ്പോൾ തന്നെയാണ് അതിൻ്റെ ആ ഒരു ഹൈലൈറ്റും ഒരു ഭംഗിയും മനോഹാരിതയും ഒക്കെ കൂടുന്നത് ആ ഒരു സ്റ്റോൺ വർക്ക് വരുമ്പോൾ തന്നെയാണ്. നോർമൽ ഒരു മഞ്ഞ കളർ ഒരു ഗോൾഡ് മാത്രം വന്നു കഴിയുമ്പോൾ അതിന് ആ ഒരു എടുപ്പ് ഒരു ഭംഗിയുണ്ടല്ലോ. ആ നെറ്റിപ്പട്ടം അണിഞ്ഞ് നിൽക്കുന്ന തിടം വേന്തി നിൽക്കുന്ന ആ ഒരു ഒറ്റക്കൊമ്പൻ്റെ ആ ഒരു എടുപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റോൺ വർക്ക് അനിവാര്യമാണ്. അപ്പോൾ അതിലേക്കൊക്കെ പറ്റുന്ന എത്നിക്കിൻ്റെയും പ്രഷ്യസിൻ്റെയും ഭംഗിയായിട്ടുള്ള കുറച്ച് നെക്ക് പീസുകൾ മാത്രമാണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യം തന്നെ വന്നിട്ടുള്ളത് എത്നിക് ആദ്യത്തെ 1, 2, 3, 4, 5, 6 ആദ്യത്തെ 6 കളക്ഷനും എത്നിക് നെക്ലസുകളാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വെയിറ്റ് വന്നിട്ടുള്ളത് 16 ഗ്രാമാണ്. 2 പവനെ വെയിറ്റ് വന്നിട്ടുള്ളൂ. ഒരു വെറൈറ്റി പീസിലാണ് അതിൻ്റെ ആ ഒരു വർക്ക് നിൽക്കുന്നത്. സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഒരു നെറ്റ് പാറ്റേണിലാണ്. ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. 31 ഗ്രാമാണ് സെക്കൻഡ് പീസിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. കുറച്ച് കുഞ്ഞു കെമ്പ് സ്റ്റോൺസ് കൊണ്ടാണ് അതിനെ ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നത്. തേർഡ് വൺ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ കളർ സ്റ്റോൺ ആണ്. ഒരു ഫ്ലോറൽ പാറ്റേണും അതുപോലെ തന്നെ ഒരു സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരു പീസ്. 20 ഗ്രാമാണ് തേർഡ് വണ്ണിന്റെ ഗോൾഡ് വെയിറ്റ് വന്നിരിക്കുന്നത്. ഫോർത്ത് വൺ വന്നിട്ടുള്ളതും ഓൾട്ടർനേറ്റ് ചെയ്ത് വരുന്ന ഒരു ഫ്ലോറൽ ടൈപ്പിന്റെ ഒരു വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. വെയിറ്റ് 26 ഗ്രാം. അടുത്തത് വന്നിരിക്കുന്നതും ഒരു ഫ്ലോറൽ പാറ്റേൺ, ഒരു റെഡ് കളർ സ്റ്റോൺ വന്നിട്ട് അതിന് ഒരു ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലോറൽ പാറ്റേൺ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിന്റെ സെൻറ്ററിലേക്കാണ് ആ ഒരു കുഞ്ഞു പൂമ്പൊടി പോലെയാണ് ആ ഒരു റെഡ് സ്റ്റോൺ വന്ന് നിൽക്കുന്നത്. ഗോൾഡ് വെയിറ്റ് വന്നിട്ടുള്ളത് 18 ഗ്രാമാണ്. ഇനി നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ കളർ ഓവൽ ഷേപ്പ് സ്റ്റോണിൽ വന്നിട്ട് ഗോൾഡ് വെയിറ്റ് വന്നിട്ടുള്ളത് 28 ഗ്രാമാണ്. നല്ല ഭംഗിയുള്ള പീസുകളാണ് എത്നിക്കില് ആദ്യത്തെ 6 കളക്ഷനും വന്നിട്ടുള്ളത്. ഇനി അടുത്തൊരു 4 കളക്ഷൻ വന്നിട്ടുള്ളത് പ്രഷ്യസ് ആണ്. അതായത് റൂബി എമറാൾഡ് കോമ്പിനേഷനൊക്കെ വരുന്ന അതുപോലെ പേൾ വർക്കൊക്കെ വന്നിട്ടുള്ള ഭംഗിയായിട്ടുള്ള പീസുകളിലാണ് അടുത്തൊരു 4 കളക്ഷൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ കളക്ഷൻ 35 ഗ്രാമാണ് വെയിറ്റ്. അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതിൻ്റെ ടോപ്പിൽ ഓരോ പേൾ വർക്ക് വെച്ചിട്ട് ഒരു ഹൈപ്പ് കൊടുത്തിട്ടാണ് അതിൻ്റെ ആ ഒരു സ്മിത്ത് അതിൻ്റെ ഒരു വർക്ക് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. താഴേക്ക് ആ 2 കളർ സ്റ്റോൺ വർക്കും ശരിക്കൊരു അമ്പലത്തിൻ്റെ ആ ഒരു ഫീല് കിട്ടുന്ന തരത്തിലുള്ള ഒരു ടൈപ്പ് വർക്കിലാണ്. ഒരു സ്ക്വയർ ഷേപ്പിന്റെ മുകളിലേക്ക് ഒരു ആർച്ച് ഷേപ്പ് പോലെ കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേക വർക്ക്. അതിൻ്റെയും ടോപ്പിലേക്കാണ് ഏറ്റവും മുകൾ ഭാഗത്തേക്ക് ആ ഒരു പേൾ വർക്കിന്റെ ഒരു മനോഹാരിത കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു പീസാണ്. കഴുത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം രീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന, ഭയങ്കരമായിട്ട് നിറയില്ല എന്നാൽ വല്ലാണ്ട് തിന്നുമല്ല, ഒരു മീഡിയം രീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള ഒരു വർക്കിലാണ് ഈ ഒരു പ്രഷ്യസ് നെക്ലസ് നിൽക്കുന്നത്. അടുത്തത് വന്നിട്ടുള്ളത് വേറൊരു പീസ് ഗ്രീൻ കളർ സ്റ്റോണിലാണ്. അതായത് എമറാൾഡ് സ്റ്റോൺ. 18.5 ഗ്രാമാണ് ഗോൾഡ് വെയിറ്റ് വന്നിട്ടുള്ളത്. നല്ല ഫ്ലെക്സിബിൾ ആണ്. കുറച്ച് ഗ്യാപ്പ് ഇട്ട് അകലം ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു വർക്കാണ്. കുറച്ചും കൂടിയും കഴുത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീല് കിട്ടുന്ന ഒരു നെക്ലസ് ആണ് ഈ സെക്കൻഡ് വൺ വന്നിരിക്കുന്നത്. അടുത്തത് വന്നിട്ടുള്ളതും കുറച്ചൊരു ഒതുങ്ങിയ ടൈപ്പിലാണ് ആ ഒരു വർക്ക് നിൽക്കുന്നത്. 21 ഗ്രാമാണ് ഗോൾഡ് വെയിറ്റ്. ഇതിൽ ഗ്രീനും റെഡും 2 കളർ സ്റ്റോണും അതിൽ മിക്സ് ആയിട്ടുണ്ട്. റൂബിയും എമറാൾഡും വന്നിട്ടുണ്ട്. ഇനി താഴെ വന്നിരിക്കുന്നതാണ് ഒരു ചെറിയ ഒരു പെൻഡന്റ് പോലെ താഴേക്കൊന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു വർക്കിലാണ്. ഇതിൽ 3 കളർ സ്റ്റോൺ ഉണ്ട്. അതായത് ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, വൈറ്റും ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു വൈറ്റ് കളർ സ്റ്റോണും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള വർക്കുകളിലാണ് ഇതെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഫുൾ സെറ്റ് ആയിട്ട്, അതായത് ബാങ്കിള്, റിങ്, സ്റ്റഡ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. സിംഗിൾ പീസ് ആയിട്ടാണെങ്കിലും ഫുൾ സെറ്റ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. കർക്കിടകം കഴിയാറാവണോടുകൂടി ഈ അഡ്വാൻസ് വെച്ചിട്ടുള്ളവരൊക്കെ പർച്ചേസിനായിട്ട് ലിയോസിലേക്ക് ഒരു വരവ് വരും. അപ്പോൾ ഈ പീസുകളൊക്കെ ചൂടപ്പം പോലെ പട്ടാന്നാണ് വിറ്റ് തീരുക. അപ്പോൾ ഇതിലേതെങ്കിലും കളക്ഷൻ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. താഴെ കാണുന്ന നമ്പറിലേക്ക് അപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് കൃത്യമായ മറുപടി തരും. അപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് അഡ്വാൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് മാറ്റി വെക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ വന്ന് ഇഷ്ടപ്പെട്ട പീസ് അണിഞ്ഞു നോക്കി നിങ്ങൾക്ക് വന്നത് വാങ്ങിക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞതിൽ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട. താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ വിളിച്ചോട്ടാ. അടുത്ത കളക്ഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. ബൈ.